ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി പനീറാണ്. അത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. ഇന്നത്തെ റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻസ് 400 ഗ്രാം പനീർ, 2 വലിയ സവാള, ഒരു വലിയ ക്യാപ്സിക്കം, അത് 2 കളറാണ്, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പനീർ തവ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിൽ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഈ പനീർ ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ട് നമുക്കതിൽ കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. ഇവിടെ സവാളയും ക്യാപ്സിക്കവും ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം കൂടെ ചേർക്കുകയാണ്. ക്യാപ്സിക്കം ഒരുപാട് വേവിക്കരുത്. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറവായിരിക്കും. ഇതിപ്പോൾ കറക്റ്റാണ്. ഉള്ളിയും ക്യാപ്സിക്കവും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സോസ് ഒഴിക്കുകയാണ്. ഇത് സോയ സോസ്, ഇത് ചില്ലി സോസാണ്. ഇത് 1.5 ടേബിൾ സ്പൂണാണ് എടുത്തത്. ടൊമാറ്റോ സോസ് 3 ടേബിൾ സ്പൂണാണ്. കാരണം ഈ 2 സോസിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. സോസ് കൂടെ ഒഴിച്ച് നല്ല മണമാണ്. ഇതിലേക്ക് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് ചേർക്കാം. ഇത് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുകയാണ്. ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. കൊച്ചു പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അവർക്ക് സ്കൂളിൽ കൊടുത്തേക്കാം ബ്രെഡിൻ്റെ കൂടെയോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം. നന്ദി.